പ്രവാസികൾക്ക് ഒരു സന്തോഷ വാർത്ത. കുടുംബ വാണിജ്യ ടൂറിസ്റ്റ് സന്ദർശന വിസകൾ പുനരാരംഭിക്കുകയാണ് കുവൈറ്റ്. ഫെബ്രുവരി 7 മുതൽ വിസ അനുവദിച്ചു തുടങ്ങും. കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയമാണ് വിവരം അറിയിച്ചത്. രാജ്യത്തെ വാണിജ്യ സാമ്പത്തിക ടൂറിസം പ്രസ്ഥാനങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിനായി ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആക്ടിംഗ് ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അസ് സബാഹിന്റെ നിർദ്ദേശപ്രകാരമാണ് പുതിയ തീരുമാനം. രാജ്യത്ത് താമസിക്കുന്ന പ്രവാസികളുടെ സാമൂഹിക ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചാണ് ഈ പുതിയ നീക്കം. ഫെബ്രുവരി 7 മുതൽ രാജ്യത്തെ വിവിധ റെസിഡൻസി അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റുകൾ മാറ്റ പ്ലാറ്റ്ഫോം വഴി സന്ദർശന അപേക്ഷകൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പുതിയ നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായാണ് വിസ നൽകുന്നത്. ഇനി വിസ ലഭ്യമാകുന്നതിന് മന്ത്രാലയം പുറപ്പെടുവിച്ച നിബന്ധനകൾ നോക്കാം. പിതാവ്, അമ്മ, ഭാര്യ, കുട്ടികൾ എന്നിവർക്കായുള്ള വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ അപേക്ഷകന് 400 കുവൈറ്റ് ദിനാർ ശമ്പളം ഉണ്ടായിരിക്കണം. മറ്റു ബന്ധുക്കളെ കൊണ്ടുവരണമെങ്കിൽ അപേക്ഷകന് 800 കുവൈറ്റ് ദിനാർ ശമ്പളത്തിൽ കുറവുണ്ടാകാൻ പാടില്ല. ഇനി കുടുംബ വിസ അനുവദിക്കുന്നതിന് ചില നിബന്ധനകളും വ്യവസ്ഥകളും ഉണ്ട്. ദേശീയ എയർലൈനുകളുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള എയർലൈനുകളിലൊന്നിൽ സന്ദർശകരുടെ റൗണ്ട് ട്രിപ്പ് യാത്രാ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഈ സന്ദർശനങ്ങൾ രാജ്യത്തെ സ്ഥിരതാമസമാക്കി മാറ്റണമെന്ന് ആവശ്യപ്പെടില്ലെന്ന് രേഖാമൂലം എഴുതി നൽകണം. സന്ദർശന കാലയളവ് പാലിക്കുമെന്നും എഴുതി നൽകണം. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നേരിട്ടാൽ സ്വകാര്യ ആശുപത്രികളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും സന്ദർശകർക്ക് ചികിത്സ നൽകും. എന്നാൽ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ അനുവദിക്കുന്നതല്ല. ഒരു സന്ദർശകൻ കാലാവധി കഴിഞ്ഞും താമസിക്കുകയാണെങ്കിൽ സന്ദർശകനും സ്പോൺസർമാർക്കുമെതിരെ സുരക്ഷാ നിയമപ്രകാരം നിയമലംഘകർക്കായുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. ഇനി വാണിജ്യ വിസകൾക്കാണെങ്കിൽ കുവൈറ്റ് കമ്പനിയോ സ്ഥാപനമോ സമർപ്പിക്കുന്ന അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് വാണിജ്യ വിസ നൽകുന്നത്. കമ്പനിയുടെ പ്രവർത്തനത്തിനും ജോലിയുടെ സ്വഭാവത്തിനും യോജിച്ച ബിരുദമോ അല്ലെങ്കിൽ സാങ്കേതിക യോഗ്യതയോ ഉള്ളവർക്ക് മാത്രമായിരിക്കും ഈ വിസ അനുവദിക്കുക. ടൂറിസ്റ്റ് വിസയാണെങ്കിൽ 53 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് പോർട്ട് ഓഫ് എൻട്രിയിൽ നിന്ന് നേരിട്ടും വിസ ലഭിക്കും. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴി ഇലക്ട്രോണിക് വിസയായും ടൂറിസ്റ്റ് വിസകൾ ലഭിക്കുന്നതാണ്. GCC രാജ്യങ്ങളിലെ വിനോദസഞ്ചാരത്തിനുള്ള എൻട്രി വിസകൾ മന്ത്രിതല പ്രമേയം നമ്പർ പ്രകാരം നിർദ്ദിഷ്ട തൊഴിലുകളും മാനദണ്ഡങ്ങളും പാലിക്കുന്നവർക്കാണ് നൽകുന്നത്. താമസ യാത്രാ സേവനങ്ങൾ നൽകുന്ന ഹോട്ടലുകളെയും കമ്പനികളെയും സ്വയമേവ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റെസിഡൻസ് അഫയേഴ്സ് സിസ്റ്റവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. 2022 ഫാമിലി വിസിറ്റ് വിസ നൽകുന്നത് കുവൈറ്റ് നിർത്തിവെച്ചത്. പുതിയ നിയന്ത്രണങ്ങളും വ്യവസ്ഥകളും നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു നിർത്തിവെക്കൽ നടപടി. രാജ്യത്തെ ജനസംഖ്യയുടെ പകുതിയിലധികവും പ്രവാസികളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിസകൾ പുനരാരംഭിക്കുന്നതിലൂടെ പ്രവാസികൾക്ക് ആശ്വാസമാവുകയാണ്.